കാർഷിക വാർത്തകൾ. സംസ്ഥാനത്ത് വിവാഹ സീസൺ തുടങ്ങിയത് ഏലത്തിന് ഡിമാൻഡ് ഉയർത്തി. വാരാന്ത്യത്തിൽ റബ്ബർ വില മുന്നേറുമെന്ന പ്രതീക്ഷയിൽ വിപണി. റെക്കോർഡ് നിരക്കിൽ തുടർന്ന് നാളികേരോൽപ്പന്നങ്ങൾ. നൊയമ്പ് കാലം കഴിഞ്ഞതോടെ സംസ്ഥാനത്ത് വിവാഹ സീസൺ തുടങ്ങിയത് ഏലത്തിന് ഡിമാൻഡ് ഉയർത്തി. പ്രമുഖ വിപണികളിൽ ഏലക്ക ശേഖരിക്കാൻ കൂടുതൽ ആവശ്യക്കാരെത്തി. വിദേശ രാജ്യങ്ങളിൽ നിന്നും ചരക്കിന് അന്വേഷണങ്ങളുണ്ട്. ബക്രീദ് മുന്നിൽ കണ്ട് പശ്ചിമേഷ്യൻ രാജ്യങ്ങളും സംഭരണ രംഗത്തുണ്ട്. അന്താരാഷ്ട്ര വിപണിയിൽ ഗ്വാട്ടിമാല ചരക്ക് വരവ് ചുരുങ്ങിയതും കേരള ഉൽപ്പന്നത്തെ പ്രിയപ്പെട്ടതാക്കി. ഉൽപാദന മേഖലയിൽ നടന്ന 2 ലേലങ്ങളിലായി 1 ലക്ഷം കിലോ ഏലക്ക വിൽപ്പനയ്ക്കിറങ്ങി. രാവിലെ നടന്ന ലേലത്തിൽ 51,604 കിലോയും ലേലം കൊണ്ടു. മികച്ച ഇനങ്ങൾ കിലോ 3,046 രൂപയിലും ശരാശരി ഇനങ്ങൾ 2,483 രൂപയിലും കൈമാറി. ഏഷ്യൻ റബ്ബർ അവധി വ്യാപാര കേന്ദ്രങ്ങൾ ഉൽപ്പന്ന വിലയിൽ കാര്യമായ വ്യതിയാനം അനുഭവപ്പെട്ടിട്ടില്ല. വാരാദ്യമെങ്കിലും തിരക്കിട്ടുള്ള ലാഭമെടുപ്പിൽ നിന്നും വലിയ പങ്ക് നിക്ഷേപകർ അകന്നത് വിലക്കയറ്റ സാധ്യതകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഏഷ്യയിലെ മുഖ്യ റബ്ബർ ഉൽപാദന രാജ്യങ്ങൾ ടാപ്പിംഗ് സീസണിനൊരുങ്ങുന്നതിനാൽ അടുത്ത മാസം പുതിയ ഷീറ്റിന്റെ വരവിന് തുടക്കം കുറിക്കുമെങ്കിലും അതിനു മുന്നേ നിരക്ക് അല്പം കൂടി ഉയരാൻ ഇടയുണ്ട്. പ്രമുഖ കയറ്റുമതി കേന്ദ്രമായ ബാങ്കോക്കിൽ റബ്ബർ കിലോ 191 രൂപയിലാണ്. സംസ്ഥാനത്ത് 4ാം ഗ്രേഡ് കിലോ 199 രൂപയിൽ സ്റ്റഡിയാണ്. നാളികേരോൽപ്പന്നങ്ങളും സർവകാല റെക്കോർഡ് നിരക്കിൽ വ്യാപാരം തുടരുന്നു. കൊച്ചിയിൽ വെളിച്ചെണ്ണ ക്വിന്റലിന് 26,900 രൂപയിലും കൊപ്ര 17,900 രൂപയിലുമാണ്. ഇന്ത്യൻ വെളിച്ചെണ്ണ വിപണിയുടെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന പ്രതിവാര ക്ലോസിംഗ് നിരക്കാണിത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യയുടെ വളം സ്റ്റോക്കുകൾ 3 വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലയിൽ. ഇത് ഖാരിഫ് സീസണിലെ ഡിമാൻഡ് നേരിടുന്നതിന് പ്രതിസന്ധിയായേക്കും. 2024-25 സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തെ വളം സ്റ്റോക്കുകളുടെ ഉപഭോഗം 9% വളർച്ച രേഖപ്പെടുത്തി. ഏപ്രിൽ 1 വരെ ഇന്ത്യയിലെ രാസവള സ്റ്റോക്കുകൾ 3 വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലയിലായിരുന്നു. ഇത് സർക്കാരിന് വെല്ലുവിളിയായേക്കും. വരാനിരിക്കുന്ന മൺസൂൺ സീസണിലെ ഖാരിഫ് വിതയുടെ ആവശ്യം നിറവേറ്റുന്നതിന് ഇത് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കും. 2024 യഥാർത്ഥ ഖാരിഫ് വിൽപ്പനയേക്കാൾ 3% കൂടുതലാണ് വളത്തിന് ഡിമാൻഡ് കണക്കാക്കിയിരിക്കുന്നത്. 2025 ഖാരിഫ് സീസണിലെ രാസവളത്തിന്റെ ആവശ്യകത 330.03 ലക്ഷം ടണ്ണായി കണക്കാക്കിയിട്ടുണ്ട്. അതിൽ 185.4 ലിറ്റർ യൂറിയ, 56.99 ലിറ്റർ ഡൈ അമോണിയം ഫോസ്ഫേറ്റ്, പോൾട്ടയുടെ 11.3 ലക്ഷം ടൺ, 76.51 ലിറ്റർ കോംപ്ലക്സ് എന്നിവയടങ്ങുന്നു. 2024 ഖാരിഫിൽ രജിസ്റ്റർ ചെയ്ത 320 ലിറ്റർ യഥാർത്ഥ വിൽപ്പനയിൽ നിന്ന് 3.2% കൂടുതലാണ് മൊത്ത ഡിമാൻഡ്. രാസവളങ്ങളുടെ വർദ്ധിച്ചുവരുന്ന ആവശ്യം കുറയ്ക്കാൻ സർക്കാർ പരമാവധി ശ്രമിച്ചിട്ടും ഈ വർഷം ഏപ്രിൽ 1 വരെയുള്ള ഓപ്പണിംഗ് സ്റ്റോക്ക് 1 വർഷം മുൻപുള്ള 144.1 ലിറ്ററിൽ നിന്ന് 25%-ലധികം ഇടിഞ്ഞ് 107.98 ലിറ്ററായി. 2022 ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിരക്കിലാണ് നടപ്പ് വർഷത്തെ ഓപ്പണിംഗ് സ്റ്റോക്ക്. ഔദ്യോഗിക ഡാറ്റ പ്രകാരം 71.08 ലിറ്ററാണ് നിലവിലെ സ്റ്റോക്ക്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കെയ്ൻ എക്സലൻസ് പ്രോഗ്രാമിനായി ധാരണാപത്രം ഒപ്പുവെച്ചു. ISRAയും സുവാരി ഇൻഡസ്ട്രീസും ഒരുമിച്ചാണ് പദ്ധതി നടപ്പിലാക്കുക. ഉത്തർപ്രദേശിലെ ലഖിംപൂരിലെ ഐറയിലുള്ള ഗോബിന്ദ് ഷുഗർ മിൽസിൽ കെയ്ൻ എക്സലൻസ് പ്രോഗ്രാം നടപ്പിലാക്കുന്നതിനായാണ് സഹകരണം. ZIL-ഉം ISRAയും തമ്മിൽ സഹകരണ പദ്ധതി സ്ഥാപിക്കുന്നതിനായി ഇന്ത്യൻ ഷുഗർ കെയ്ൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും ലക്നൌ സുവാരി ഇൻഡസ്ട്രീസ് പ്രൈവറ്റ് ലിമിറ്റഡും തമ്മിലാണ് ധാരണാപത്രം ഒപ്പുവെച്ചത്. കരിമ്പ് ഉൽപാദനക്ഷമത, സുസ്ഥിരത, കർഷക ഇടപെടൽ, ദീർഘകാല തന്ത്രപരമായ നേട്ടങ്ങൾക്കായി ഗവേഷണ വികസന സംയോജനം എന്നിവ വർദ്ധിപ്പിക്കുക എന്നീ ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ധാരണാപത്രപ്രകാരം നിലവിലുള്ള ഇനങ്ങൾ വിലയിരുത്തുന്നതിനും പുതിയവ വികസിപ്പിക്കുന്നതിനും സാങ്കേതിക പരിജ്ഞാനം, മികച്ച കാർഷിക രീതികൾ, ഗവേഷണ വികസന പിന്തുണ, പരിശീലനത്തിനും സംയുക്ത പ്രവർത്തനങ്ങൾക്കും നിരീക്ഷണത്തിനുമായി വിദഗ്ധരെ നിയമിക്കുകയും ചെയ്യും. സ്ഥലത്തെ അടിസ്ഥാനമാക്കിയുള്ള കൃഷിരീതികൾക്കായുള്ള ഗവേഷണ കണ്ടെത്തൽ കൂടാതെ സാങ്കേതിക സേവനങ്ങളോ കൺസൾട്ടൻസി പിന്തുണയോ വാഗ്ദാനം ചെയ്യുകയാണ് സഹകരണം വഴി ഉദ്ദേശിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പഴം പച്ചക്കറി കർഷകരുടെ നഷ്ടം കുറയ്ക്കാനുള്ള നടപടികൾ വിജയം കണ്ടതായി കേന്ദ്രം. നേട്ടമായത് കഴിഞ്ഞ 5 വർഷത്തിനിടെ നടപ്പിലാക്കിയ ഭക്ഷ്യ സംസ്കരണ പദ്ധതി. ഭക്ഷ്യ സംസ്കരണം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള വിവിധ പദ്ധതികളാണ് കഴിഞ്ഞ 5 വർഷമായി നടന്നു വന്നിരുന്നത്. പഴങ്ങളുടെയും പച്ചക്കറികളുടെയും വിളവെടുപ്പിന് ശേഷമുള്ള നഷ്ടം കുറയ്ക്കാൻ ഇത് സഹായിച്ചതായി കേന്ദ്രം അറിയിച്ചു. കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും വലിയ തോതിൽ ഭക്ഷ്യ ആവശ്യകത നിറവേറ്റുന്നതിനും ഈ മേഖല കൂടുതൽ വികസിപ്പിക്കേണ്ടതാണെന്ന് ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രി ചിരാഗ് പാസ്വാൻ പറഞ്ഞു. 2047 ഇന്ത്യ വികസിത രാഷ്ട്രമായി മാറുക എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ ഭക്ഷ്യ സംസ്കരണ മേഖലയ്ക്ക് നിർണായക പങ്കുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഹരിയാന കുണ്ഡലിയിലെ നിഫ്റ്റം സംഘടിപ്പിച്ച സുഫലം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഗോത്രവർഗ ഗ്രാമങ്ങളിൽ നറും 100 പദ്ധതി പ്രകാരം വിളഞ്ഞത് 800 കിലോ കിഴങ്ങ് വർഗ്ഗങ്ങൾ. അടുത്ത സീസണിൽ ലക്ഷ്യം 10 ഇരട്ടി.
ഇടുക്കി മറയൂരിനടുത്തുള്ള 5 നാട്ടിലെ ഗോത്രവർഗ ഗ്രാമങ്ങളിൽ 400 പദ്ധതി പ്രകാരം വിളഞ്ഞത് 800 കിലോ കിഴങ്ങുവർഗ്ഗങ്ങൾ. അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന 26 കാച്ചിലും 12 ചേമ്പുമാണ് പദ്ധതി പ്രകാരം കൃഷി ചെയ്തത്. രാസവളം ചേർക്കാതെ വിളവെടുത്ത കാച്ചിലുകൾ വിത്തുകളാക്കി 9 കുടികളിലെ കർഷകർക്ക് വിതരണം ചെയ്തു. കേരളത്തിലെ അന്യം നിന്നുപോയ കിഴങ്ങുവർഗ്ഗങ്ങൾ പുനരുജ്ജീവിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് മറയൂർ സാൻഡൽ ഡിവിഷൻ 400 അഥവാ പരിശുദ്ധമായ കിഴങ്ങ് പദ്ധതി ആരംഭിച്ചത്. പലയിടത്തു നിന്നുമായി 40 ഇനം വിത്തുകൾ ഇതിനായി ശേഖരിച്ചു. അടുത്ത സീസണിൽ 10 ഇരട്ടി വിളവാണ് ലക്ഷ്യമിടുന്നത്. 1 കിലോയ്ക്ക് 70 രൂപ വീതം നൽകി 800 കിലോ കാച്ചിലും ചേമ്പും വനംവകുപ്പിന്റെ കീഴിലുള്ള വനവികസന ഏജൻസി തന്നെയാണ് വാങ്ങിയത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. നടപ്പു സീസണിൽ ഇന്ത്യയുടെ പഞ്ചസാര കയറ്റുമതി 7 ലക്ഷം മെട്രിക് ടണ്ണിലെത്തും. വിദേശ വ്യാപാരികളിൽ പഞ്ചസാര മിച്ചമെന്ന് സർക്കാർ. സെപ്റ്റംബർ അവസാനം വരെയുള്ള സീസണിൽ ഇന്ത്യ 6 മുതൽ 7 ലക്ഷം മെട്രിക് ടൺ പഞ്ചസാര കയറ്റുമതി ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് ഇന്ത്യൻ ഷുഗർ ആൻഡ് ബയോ എനർജി മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ വ്യക്തമാക്കി. ലോകത്തിലെ 2ാമത്തെ വലിയ പഞ്ചസാര ഉൽപാദക രാജ്യമാണ് ഇന്ത്യ. ജനുവരി 9 മുതൽ 1 മില്യൺ ടൺ കയറ്റുമതി അലവൻസ് നിശ്ചയിച്ചിരുന്നു. വിദേശ വിപണികളിൽ പഞ്ചസാര മിച്ചമുണ്ടെന്നാണ് സർക്കാർ വാദം. ഇന്ത്യൻ സർക്കാർ പഞ്ചസാര വിപണി കർശനമായി നിയന്ത്രിക്കുന്നുണ്ട്. മില്ലുകൾ കർഷകർക്ക് നൽകേണ്ട കരിമ്പിന്റെ വില നിശ്ചയിക്കുന്നതിനൊപ്പം മില്ലുകൾക്ക് തുറന്ന വിപണിയിൽ വിൽക്കാൻ കഴിയുന്ന അളവും സർക്കാർ നിശ്ചയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം. RSS 4 198, RSS 5 195, ലാറ്റക്സ് 141, ജാതിക്ക 350, ജാതിപത്രി 1800 മുതൽ 2250 വരെ, ഗ്രാമ്പു 850, അടയ്ക്ക 280, കാപ്പിക്കുരു 270, കൊക്കോ പരിപ്പ് 350, കുരുമുളക് ഗാർബിൾ 73400, കുരുമുളക് അൺഗാർബിൾ 71400, ഏലക്ക 2450 മുതൽ 2550 വരെ, വെളിച്ചെണ്ണ 26900, കൊപ്ര 19200, ചുക്ക് 22500.